ദേവനും ഭദ്രയും ഒരുമിച്ച് ഇറങ്ങി വരുന്ന കാഴ്ച എല്ലാവരുടെയും കണ്ണുകൾക്ക് കുളിർമ നൽകി. ഒരാളുടെ ഒഴികെ, നമ്മുടെ ദച്ചുവേട്ടൻ്റെ. ദച്ചു ദേവന് കൂർപ്പിച്ച് നോക്കി. ശേഷം എല്ലാവരും ഉന്മേഷയ്ക്ക് ചുറ്റും ഇരുന്നു. ദച്ചുവും ദേവനും വീണ്ടും അടുത്തടുത്താണ്. അപ്പോഴും ദച്ചു കൂർപ്പിച്ച് നോക്കുവാണ്. എന്തേട്ടാ ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായിട്ട് കാണുന്ന പോലെ ദേവൻ ചിരിയോടെ ചോദിച്ചു. നിനക്കെന്താണ് പതിവില്ലാത്ത ചിരിയൊക്കെ? എനിക്കെന്തോ ചിരിക്കാൻ പാടില്ലേ? ഇതെന്ത് കൂത്ത്? അതുകൊട്ടെ, സാധാരണ നിനക്ക് മദ്യസേവയില്ല ഉറക്കമില്ലല്ലോ. ഇപ്പം എന്തോ പറ്റി? 10 വൈകിയാണല്ലോ ഉണർന്ന്. ഓ അതില്ലേ ഏട്ടാ, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലഹരി പോലെ. ഏത്? അത് പൊട്ടി വെച്ച് വീണ്ടും സെഡായി. ആ ദേഷ്യം മൊത്തം തീർത്ത പ്ലേറ്റിലെ പുട്ടിലാണെന്ന് മാത്രം. ദേവനും ദാസേനും ദച്ചുവിന്റെ കോപ്രായം കണ്ട് ഊറി ചിരിച്ചു. രേവതി അമ്മ, ഞാനൊന്ന് അമ്പലം വരെ പോയി വരാം. രേവതി അമ്മയോട് യാത്ര പറഞ്ഞു ഭദ്ര ചിറക്കയിൽ നിന്നും പടിയിറങ്ങി. എന്നാൽ മുറ്റത്ത് അവളെ കാത്തിരിക്കാനും ദേവൻ. എങ്ങോട്ടാ? അമ്പലത്തിലോട്ടാ ദേവേട്ടാ. എന്നാ വാ, വന്ന് കയറും, ഞാൻ കൊണ്ടാക്കാം. അത് സാരല്ല, ഞാൻ നടന്നു പോയിക്കോളാം. നിന്നോട് കയറാനാ പറഞ്ഞു. ഓഹോ, കയറാം. പക്ഷെ ഈ തെമ്മാടി കൂടെ അമ്പലത്തിലേക്ക് കയറണം, പറ്റുമോ? ആഹാ, ആഗ്രഹം കൊള്ളാം, പക്ഷെ നടക്കൂല. ടീച്ചർ നടന്നു തന്നെ പോയിക്കോ. പറഞ്ഞു തീരുമുന്നേ ജീപ്പ് തറവാണ്ട് അതിർത്തി കടന്ന് പോയിരുന്നു. ഭദ്ര ചിരിയോടെ നോക്കിയിരുന്നു. ഭദ്ര അമ്പലദർശനം കഴിഞ്ഞിറങ്ങുന്ന നേരം അവളെ കാത്തവിടെ മറ്റൊരാളുണ്ടായിരുന്നു. ദേവന്റെ സാന്നിധ്യം പറഞ്ഞ് അവൾ പുഞ്ചിരിയോടെ തല ഉയർത്തി നോക്കി. എന്നാൽ മുന്നിൽ നിൽക്കുന്ന ആളെ കാണവേ ഭദ്രയുടെ ഹൃദയമിടിപ്പ് ഉയർന്നു. മുഖമാകെ വിയർപ്പുകൾ സ്ഥാനം പിടിച്ചു. അവൾ ഉമിനീരിറക്കി. വൈശാഖൻ? അവളുടെ കൺപീലികൾ ഭയത്താൽ പിടച്ചു. ആഹാ, ഇതാര് ഭദ്ര ടീച്ചറോ? ഓ സോറി, ഇപ്പൊ ഭദ്ര ബാലകൃഷ്ണൻ അല്ലല്ലോ, മിസ്സിസ് ഭദ്ര ദേവാനന്ദ് അല്ലേ? എന്താണ് മോളെ, സുഖല്ലേ? അല്ല, ചെറുക്കൽ തറവാട്ടിലെ മരുമൾക്ക് എന്ത് കുറവുണ്ടാവാൻ അല്ലേ? പുച്ഛം നിറഞ്ഞ ചിരിയോടെ ഒടിഞ്ഞ കൈയുമായി കോർ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വൈശാഖൻ പറഞ്ഞു. വൈശേട്ടാ മാറി, എനിക്ക് പോകണം, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അവനിൽ നിന്ന് മാറി കിടന്നുകൊണ്ട് ഭദ്ര പറഞ്ഞു. എന്നാൽ വൈശാഖന്റെ കൈകൾ ഭദ്രയ്ക്ക് നേരെ നീണ്ടു. അവളുടെ മൃദുലമായ കൈകൾക്ക് മീതെ വൈശാഖിന്റെ ബലിഷ്ഠമായ കൈകൾ മുറുക്കി. അങ്ങനെ അങ്ങ് പോയാലോ? നീ ഏത് കൊമ്പത്തെ രാജകുമാരിയായാലും എനിക്ക് പുല്ലാണ്. അന്നും ഇന്നും നീ എൻ്റെ മുറപ്പെണ്ണാ, എൻ്റെ പെണ്ണാ. അതിന് ഈ മഞ്ഞ ചരടാണ് തടസ്സെങ്കിൽ അത് പൊട്ടിച്ചെറിയാൻ ഈ വൈശാഖം മടിക്കില്ല. അത്രമേൽ നിന്നെ ഞാൻ പ്രണയിക്കുന്നു ഭദ്ര. ശരിയാണ്, ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിന്റെ സമ്മതമെല്ലാം നിന്നെ സ്വന്താക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ അതെല്ലാം നിന്നുള്ള സ്വാർത്ഥം കൊണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെതാവും എന്ന വിശ്വാസം കൊണ്ട്. എന്നാൽ ഇന്ന് നീ ആ ദേവാൻ തടഞ്ഞ താലി കഴുത്തിൽ ചുമ നടക്കുമ്പോൾ എൻ്റെ ഉടലാകെ വിറക്കുക. ഇപ്പോഴും ഞാൻ പറയുന്നു ഭദ്ര, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. അവൻ കിട്ടിയ താലി പൊട്ടിച്ചെറിഞ്ഞ് നീ വാ, ഞാൻ കൊണ്ടുപോവാ നിന്നെ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ. നീയും നിന്റെ മാത്രം ഞാനുമായി ജീവിക്കാം. പറയൂ ഭദ്ര, വരുമോ എൻ്റെ കൂടെ? പറഞ്ഞു തീരുമുന്നേ ഭദ്ര അവളുടെ കൈ ശക്തിയായി വലിച്ചുകൊണ്ട് വൈശാഖന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. കോപം കൊണ്ട് ചൊലിക്കുന്ന കണ്ണുകളിലെ തീക്ഷ്ണത താങ്ങാൻ വൈശാഖന്റെ കണ്ണുകൾക്ക് സാധിച്ചില്ല. കവിളിൽ തലോടിക്കൊണ്ട് വൈശാഖ് തലകുനിച്ചു. നിങ്ങൾക്ക് അല്പെങ്കിലും നാണുണ്ടോ? വിവാഹം കഴിഞ്ഞ പെണ്ണിന് മുമ്പിൽ പ്രണയാഭ്യർത്ഥന നടത്താൻ വന്നിരിക്കുന്നു. അറപ്പ് തോന്നുന്നു വൈശാഖേട്ടാ എനിക്ക് നിങ്ങളോട്. നിങ്ങൾ എന്താ പറഞ്ഞ്? വെറും ഒരു മഞ്ഞ ചരടോ? ഇതെനിക്ക് വെറൊരു ചരടല്ല, എൻ്റെ ആത്മാവാ. താലി എന്ന് തോന്നുമ്പോൾ കെട്ടാനും മടുക്കുമ്പോൾ അഴിച്ചു കാണാനുള്ള വസ്തുവല്ല. നിനക്ക് ഞാൻ എനിക്ക് നീ എന്ന പ്രതീക്ഷയെ ഊട്ടിയുറപ്പിക്കുന്ന മനോഹരമായ പ്രണയകാവ്യമാണ് താലി. ആ ഒരു നുള്ളു പൊന്നിനെ മുറുകെ കെട്ടിയുറപ്പിച്ചത് ചെറുക്കൽ തറവാട്ടിലെ ദേവാനന്ദാണെങ്കിൽ ഈ ഭദ്രയുടെ ചിത എരിയുന്നവരെ അതിൻ്റെ കഴുത്തിൽ തന്നെ കാണും. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളായിട്ടുള്ള പോരാട്ടത്തിലാണ് ഞാൻ. അതിനിടയിൽ ഒരു തടസ്സമായിട്ട് തന്നെ ഇനി എൻ്റെ മുന്നിൽ കണ്ട, തൻ്റെ പുഴുത്ത നാവിൽ നിന്ന് ഇത്തരം വാക്കിൽ ഇനി വന്ന വൈശാഖൻ എന്ന വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കൊന്നുകളി ഞാൻ. പറയുന്നത് നിന്റെ മുമ്പിൽ മുട്ടുപറച്ചിരുന്ന ഭദ്രയല്ല, നല്ല നട്ടയിലുള്ള ആണിൻ്റെ ഉശിരുള്ള പെണ്ണ. ഭദ്ര ദേവാന്തി ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. എന്താണീ ഇത്രകാലം പൂച്ചയെ പോലെ പതുങ്ങിയിരുന്ന പെണ്ണ് ഇന്ന് അവൻ ആ ദേവാന്തിൻ്റെ ചൂടറിഞ്ഞ് 3 നേരം മൊറ പോലെ അവൻ്റെ കാമ ഏറ്റുവാങ്ങുന്നതിനെ നെകളിപ്പ് കാട്ടുവാണ് എൻ്റെ മുമ്പിൽ. അമ്മ, പൂച്ചയെ പോലൊരു പെണ്ണിന് പുലിയെ പോലെ ധൈര്യം ഉണ്ടാവാൻ നീ പറഞ്ഞ മരുന്നും ശരീരത്തിൻ്റെ ചൂടിൻ്റെ സുഖവും വേണമെന്നില്ല. മനസ്സിൽ പ്രണയം ഉണ്ടായാൽ മതി. നല്ല നട്ടലിലുള്ള ആണിൻ്റെ പെണ്ണായ മതി. ചെറുക്കൽ ദേവാനന്ദിൻ്റെ നട്ടലിൻ്റെ ബലം, ഉടലിൻ്റെ ഉശിരിൻ്റെ ബലം നിന്റെ ശരീരത്തിൽ ഒടിവുകൾ കാട്ടിത്തരുന്നു. എൻ്റെ സംരക്ഷകൻ മാത്രമായി ദേവാനന്ദ് നിനക്കുന്ന ശിക്ഷ ഇതാണെങ്കിൽ ഇന്ന് ഞാൻ ദേവാനന്ദിൻ്റെ പെണ്ണ, ആ തെമ്മാടിയുടെ മാത്രം പെണ്ണ്. അതുകൊണ്ട് ജീവനിൽ കൊതിയുണ്ടി പോ വൈശാഖ. പുച്ഛ നിറഞ്ഞ ഭാഗത്തിൽ ഭദ്ര പറഞ്ഞോട് തിരിഞ്ഞു. എന്നാൽ അവൾ നേരെ ചെന്ന് ഇടിച്ചത് തനിക്ക് പുറകിൽ വൻമതിൽ പോലെ ഉരുക്കിനോളം ശക്തിയും ഒറ്റയാന്റെ ചങ്കുറപ്പുമുള്ള ചെറുക്കൽ ദേവാനന്ദിന്റെ നെഞ്ചിലേക്കായിരുന്നു. ദേവൻ ഭദ്രയെ താങ്ങി നിർത്തിയ ശേഷം അവളെ ചേർത്ത് പിടിച്ചു. അപ്പോൾ താനറിഞ്ഞ ആ സാന്നിധ്യം ദേവേട്ടൻ്റെ തന്നെ ആയിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ഓരോ മിടുപ്പിലും ദേവാനന്ദ് എന്ന പേര് കൊത്തിവെച്ചിരിക്കുന്നെന്ന് അവൾ തിരിച്ചറിഞ്ഞു.
എന്നാൽ പെട്ടെന്നാണ് ഭദ്ര ദേവനെ ശ്രദ്ധിക്കുന്നത്. ഇന്നും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്ന മുഖം ഇന്ന് ശാന്തമാണ്. മുഖത്തൊരു ചെറുപുഞ്ചിരി തത്തിക്കളിക്കുന്നു. കാറ്റിൽ മുടിയിഴകൾ പാറി നടക്കുന്നു. അവൾ ഇമച്ചിമ്മാതെ ദേവനെ നോക്കി നിന്നു. ഭദ്രയെ ചേർത്ത് പിടിച്ച കൈകൾ ഒന്നുകൂടി അവർക്ക് മേൽ മുറുകി. ചിരിയോടെ ഭദ്രയുടെ നെറ്റിത്തടത്തിൽ വീണ് കിടക്കുന്ന കുറിനിരകൾ ദേവൻ വിരൽ കൊണ്ട് പതിയെ ഒതുക്കി. അവന്റെ വിരലിന്റെ ഓരോ ചലനവും അവളിലൂടെ ഒരു മിന്നൽ പായിച്ചു. ഒരു ചിരിയോടെ ഭദ്രയിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച ശേഷം വൈശാഖനെ നോക്കി. ഭദ്രയെ തന്റെ കൈവലയത്തിൽ നിന്ന് മോചിപ്പിച്ച ശേഷം വൈശാഖൻ അരികിലേക്ക് ചെന്നു. ഒരു ചെറു പുഞ്ചിരിയോടെ തന്നെ. ആ എന്താണ് വൈശാഖ, ഇനി ഈ വഴിതഴൽ സമരം അവസാനിപ്പിച്ചില്ലേ? ഇതൊക്കെ ഓൾഡ് ജനറേഷൻ വില്ലന്മാരുടെ സീനുകളാ. പുതിയത് വല്ലതും മാറ്റി പിടിക്കുക. പിന്നെ ഈ പെൺകുട്ടികളോട് വഴിയിൽ വെച്ച് ഭർത്താവുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പറയുക, അവരുടെ കിടപ്പറ രഹസ്യം ചോദിക്കുക, അതൊക്കെ മോശമല്ലേ വൈശാഖ? തോളിലൂടെ കൈയിട്ട് കോളർ നേരാക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു തുടങ്ങി. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചൂടെ? ഞാൻ പറഞ്ഞുതരില്ലേ? ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ ഒരേ ഒരു അളിയനല്ലേ? അമ്മാവൻ്റെ മകൻ എന്നൊക്കെ പറയുന്ന സഹോദരന് തുല്യല്ലേ? അപ്പം എൻ്റെ ഭാര്യയുടെ സഹോദരൻ എനിക്ക് അളിയനല്ലേ? അതുകൊണ്ട് അളിയ, പെങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അളിയടി ഭാര്യയെ. അളിയൻ അതോർത്ത് വിഷമിക്കേണ്ട. പിന്നെ അളിയൻ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. ആ ചെവി ഇങ്ങോട്ട് കാട്ടളിയ. പെങ്ങള് കേട്ടാലേ എന്നോട് ദേഷ്യപ്പെടും. വൈശാഖൻ ദേവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചെങ്കിലും ദേവൻ വൈശാഖനെ ചേർത്ത് പിടിച്ചു. അതില്ലേ അളിയ, അളിയനൊരു മാമനാക്കുള്ള എല്ലാ അളിയൻ്റെ സ്നേഹനിധിയായിട്ടുള്ള ഈ അളിയൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? പെർഫോമൻസ് ലെവല് ഹൈ ആണെന്ന്. അതുകൊണ്ട് അളിയനൊരു കാര്യം ചെയ്യും. നേരെ ചെന്ന് തട്ടാനോട് മരുമകനോ മരുമകൾക്കോ ഉള്ള പൊന്നൊരിക്കാൻ പറ. എനിക്കിഷ്ടം പെൺകുഞ്ഞാ. പക്ഷെ ഭദ്രയ്ക്ക് എന്നെ പോലെ ഒരു ആൺകുഞ്ഞിനെ വേണമെന്നാ. എല്ലാം ദൈവത്തിൻ്റെ എല്ലാം എൻ്റെ ഓരോരോ കളികളുടെ ഫലം. ദേവന്റെ അളിയാന്ന വിളി തന്നെ വൈശാഖിന് അരോചകമായി തോന്നി. അതിലുപരി അവന്റെ വാക്കുകൾ. ആ നിമിഷം ഭദ്ര കാണിക്കുകയായിരുന്നു ദേവൂട്ടി പറഞ്ഞറിഞ്ഞ അവളുടെ അനന്തുവിനെ. ഏത് പ്രശ്നവും ശാന്തമായും ഫലിതമായും പറഞ്ഞു തീർക്കുന്ന അനന്തുവിനെ. പോട്ടെ അളിയ, പോയിട്ട് കുറച്ച് പണിയുണ്ട്. അളിയൻ പറഞ്ഞ പോലെ 3 നേരം മുറ പോലെ. അപ്പൊ ശരി, വാ ഭദ്ര. ദേവൻ ഭദ്രയെ ചേർത്ത് പിടിച്ച് നടന്നു. വീണ്ടും നിന്നു. ഭദ്ര അവിടെ നിർത്തി തിരിഞ്ഞ് വൈശാഖിന്റെ അടുത്തേക്ക് ചെന്നു. ഒട്ടും വൈകാതെ വലത് കൈ ഉയർത്തി വൈശാഖിന്റെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു. അയ്യോ, അളിയന് നൊന്തോ? സ്നേഹം കൊണ്ടാ. അളിയനെ കണ്ടാൽ എന്താണെന്നറിയില്ല, എന്റെ കയ്യപ്പത്തായിരിക്കും. ആളിയന്റെ ചൊറിയുന്ന നാവിന്റെ പ്രശ്നമാണോ അതോ തെണ്ടിത്തരം കേട്ടാ തരിക്കുന്ന എന്റെ കയ്യിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. പോട്ടെ, അളിയൻ അത് കാര്യാക്കണ്ട. അത് നല്ലതാന്നൊക്കെ ജനിച്ചതിന്റെ പ്രശ്നം. അപ്പൊ വീണ്ടും പോട്ടെ അളിയൻ, മറക്കണ്ട തട്ടാൻ പൊന്ന്. വിളിച്ചു പറഞ്ഞുകൊണ്ട് ദേവൻ ഭദ്രയുമായി നടന്നകന്നു. അവരുടെ ജീപ്പ് ദൂരേക്ക് അകലുന്നവരെ വൈശാഖൻ നോക്കി നിന്നു. അവൻ ദേവനോടുള്ള അരിശം തറയിലെ പൂഴിമണ്ണിൽ ചവിട്ടി തീർത്തു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഭദ്രേ, ഞാൻ കൊണ്ടാക്കാന്ന്. ഡ്രൈവിങ്ങിനിടയിൽ ദേവൻ പറഞ്ഞു. അതിന് ഞാനും പറഞ്ഞാണല്ലോ മിസ്റ്റർ തെമ്മാടി അമ്പലത്തിൽ കയറണമെന്ന്. എടി നിന്റെ കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ. പൂച്ചയെ പോലെ ഇരുന്ന പെണ്ണ് പുലിയെ പോലെ ചീറുവാണല്ലോ. അത് പിന്നെ ദേവേട്ടനല്ലേ പറഞ്ഞു ഇനി ഈ കണ്ണു നിറയാൻ പാടില്ല. അത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. ദേവേട്ടനോട് പുലിയെ പോലെ ചീറുന്ന ഭദ്രയാണ് ഇഷ്ടം എന്നൊക്കെ. പിന്നെ നിങ്ങളുടെ തെമ്മാടി എന്ന പേര് ഈ നാട്ടിൽ മൊത്തം ഫേമസ് ആണല്ലോ. പക്ഷെ ആർക്കും അത് വിളിക്കാൻ ധൈര്യമില്ല. എൻ്റെ ഇന്നലെ രാത്രി ഫ്രണ്ടായി സ്വീകരിച്ച സ്ഥിതിക്ക് എനിക്കെന്നും വിളിക്കാമല്ലോ. ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. പക്ഷെ അതിനു മുന്നേ പറഞ്ഞൊന്നും ഞാൻ ഓർക്കുന്നില്ലല്ലോ. അതെപ്പോ? അത് ഓർമ്മ കാണില്ല. 4 കാലം എന്ന ദിവസത്തെ ഡയലോഗാ. നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം രാത്രി അമ്മയുടെ കയ്യിൽ നിന്ന് ടപ്പേന്ന് അടികൊണ്ട ദിവസം. അന്ന് പറഞ്ഞില്ലേ ഞാൻ സുന്ദരിയാണ്, പാവാണ്, ദേവന്റെ മനസ്സറിയുന്ന ആളാണെന്നൊക്കെ. അന്ന് പറഞ്ഞതാ. അതൊക്കെ നീ വിശ്വസിച്ചോ? സുന്ദരിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓർക്കാലോ ഞാൻ ഫുൾ ഫീറ്റിൽ പറഞ്ഞാണെന്ന്. ബോധമുള്ളപ്പോൾ ഞാൻ നുണ പറയാറില്ല. ഭദ്രയെ കളിയാക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു. പോണം തെമ്മാടി. തെമ്മാടി നിന്റെ അച്ഛൻ ബാലകൃഷ്ണൻ. ജീപ്പ് ഒരു പെട്ടിക്കടക്കരികിൽ എത്തിക്കൊണ്ട് ദേവൻ പറഞ്ഞു. കുമാരേട്ടാ ഒരു സിഗ്. ദേവൻ വിളിച്ചു പറയുന്ന കേട്ട് കുമാരേട്ടൻ തലയുയർത്തി നോക്കി. 2 എങ്ങോട്ട് പോയതാ ദേവ? ഒരു പൊതി കെട്ടുന്ന കൂട്ടത്തിൽ കുമാരേട്ടൻ ചോദിച്ചു. അമ്പലം വരെ. കുമാരേട്ടാ ഒന്ന് വേഗം എടുത്തേ, പോയിട്ട് തിരക്കുള്ളതാ. പറയേണ്ട താമസം കുമാരേട്ടൻ വേഗത്തിലൊരു സിഗരറ്റും മറുകയിലൊരു പൊതിയുമായി വന്നു. സിഗരറ്റ് ദേവനും പൊതി ഭദ്രയ്ക്ക് നേരെ നീട്ടി. ഇതെന്താ കുമാരേട്ടാ, ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. അതോ, അത് തേമുട്ടായിയാ. ഭദ്രമോൾക്ക് വലിയ ഇഷ്ടാ. ബാലകൃഷ്ണൻ ഡോക്ടർ ഉള്ള കാലം തൊട്ടുള്ള ശീല. കുമാരേട്ടൻ പറയുന്നേട്ട് ഭദ്ര തലതാഴ്ത്തി. ദേവൻ പോക്കറ്റിൽ നിന്ന് മിഠായിക്കുള്ള പൈസ ചേർത്ത് നൽകി. വേണ്ട ദേവ, മിഠായിക്കുള്ള പൈസ ഞാൻ വാങ്ങില്ല. ശീലമില്ലാത്തതുകൊണ്ടാ. ഭദ്രക്കുഞ്ഞിന് വേണ്ടി മാത്രം ഇപ്പോഴും തേൻമിഠായി വാങ്ങുന്നു. മക്കള് ചെല്ലി. അവിടെ നിന്ന് നേരെ ചിറക്കിലേക്ക്. അമ്മ, എനിക്കിന്നൊരു ട്രിപ്പുണ്ട്, ഞാൻ വരില്ല. ലക്ഷ്മി അമ്മയോട് പറയുന്ന കൂട്ടത്തിൽ പാളിയൊരു നോട്ടം ഭദ്രക്ക് നേരെയും ചെന്നു. എറണാകുളമാണ് ലക്ഷ്യസ്ഥാനം. എൽസമോളെ കണ്ടിട്ട് ദിവസമേറെയായി. അതുപോലെ തന്നെ ലൂക്കിയായി. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിലെ വേദന മറ്റാരക്കളെ എനിക്കറിയാം. ദേവൂട്ടി ശരീരം കൊണ്ട് അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് അടുത്താണ്.
എന്നാൽ ലൂക്കയുടെ അവസ്ഥ ശരീരം കൊണ്ട് കൂടെയുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവൻ്റെ പഴയ എൽസക്കായുള്ള തിരച്ചിലാണ്. ജീവിതം അങ്ങനെയാണ്. ഓരോ വ്യക്തികളുടെയും സന്തോഷവും വിഷമവും വ്യത്യസ്തമാണ്. എൻ്റെ കിച്ചുവേട്ട, നിങ്ങളോട് ഞാൻ അറിയാവുന്ന ഭാഷയിലെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് പ്രണയം പോലുള്ള ഒരു വികാരം ഇല്ലെന്ന്. പ്ലീസ് എന്നെ വെറുതെ വിട്. വഴിയിൽ തടഞ്ഞെത്തിക്കൊണ്ടുള്ള കിച്ചുവിൻ്റെ പെർഫോമൻസുള്ള കൃപ ടീച്ചറുടെ ഉത്തരമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. കൂട്ടായി ഭദ്രയുണ്ട്. അയ്യോ അങ്ങനെ പറയരുത്, എൻ്റെ പിഞ്ചു മനസ്സ് നോവൂലേ. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ, എനിക്ക് ടീച്ചർ വലിയ ഇഷ്ടമാണ്. നോക്കി നിൽക്കാവുന്ന പറയും പെങ്ങളെ. ഒന്നുമില്ലെങ്കിലും പെങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത കൂട്ടുകാരനല്ലേ. പ്രതികരിക്കുക പെങ്ങളെ, പ്രതികരിക്കുക. എന്താണ് കൃപ ടീച്ചർ? നമ്മുടെ കോഴി കിച്ചു, ഓ സോറി കിച്ചുവേട്ടൻ എന്ന കൃഷി പാവല്ലേ, ഒന്ന് സമ്മതിക്കൂ നീ. ഭദ്ര ചിരിയോടെ കൃപയോട് പറഞ്ഞു. ശരി ഞാൻ സമ്മതിക്കാം, അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിന് സമ്മതമാണെങ്കിൽ ഞാൻ കിച്ചുവേട്ടൻ്റെ പ്രണയം സത്യമാണെന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. ടീച്ചറുടെ ആ വാക്കുകൾ കിച്ചുവിൻ്റെ തലയിലെ കിളികൾ തുറന്നു വിട്ടു. കൂടെ നിന്ന് ജസ്റ്റ് അന്ന് വിട്ട് നോക്കിയാണ്. സമ്മതം, അതിന് എന്ത് കണ്ടീഷനാണെങ്കിൽ സമ്മതമാണ്. കൃപ പറഞ്ഞോളൂ. ഓക്കെ, കണ്ടീഷൻ നമ്പർ 1, ഇനി മുതൽ കിച്ചുവേട്ടൻ ആരെയും വായി നോക്കുക കമൻ്റ് അടിക്കുകയോ ചെയ്യരുത്. എനിക്ക് കോഴി കിച്ചു എന്ന പേര് ഇഷ്ടമല്ല. കണ്ടീഷൻ നമ്പർ 2, എനിക്ക് ജോലിയുള്ളതുകൊണ്ട് കിച്ചുവേട്ടന് ജോലി വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർ നമ്മുടെ ബന്ധം അംഗീകരിക്കുകയാണെങ്കിൽ കിച്ചുവേട്ടന് ജോലി നിർബന്ധമായിട്ടും വേണം. അതുകൊണ്ട് ഇന്നു മുതൽ 3 മാസം അടുത്തായിട്ട് വരുന്ന PSC എക്സാം പാസ്സാവണം. കണ്ടീഷൻ നമ്പർ 3, ഈ കാര്യത്തിൽ എൻ്റെ ഭദ്രക്ക് അല്പം താല്പര്യമുള്ളതുകൊണ്ട് അല്പം ഇളവ് ഞാൻ നൽകാം. എൻ്റെ നമ്പർ ഞാൻ തരാം. പക്ഷേ ഭദ്രക്കും ദേവയുടെ ഒരു കുഞ്ഞുണ്ടാകുന്നവരെ ഞാൻ പറയുന്ന കിച്ചുവേട്ടൻ നല്ല കുട്ടിയുടെ അനുസരിക്കണം. സമ്മതമാണോ? പറ്റുമോ എൻ്റെ ഈ കണ്ടീഷൻസ് അംഗീകരിക്കാൻ? കേൾക്കേണ്ട താമസം വെട്ടിയിട്ട വാഴ പോലെ താഴേക്ക് ഊർന്നിരിക്കുകയാണ് കിച്ചു. തറക്ക് കൈയും കൊടുത്ത് റോഡിൽ ആ ഇരിപ്പൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. കൃപയുടെ ഡയലോഗും കിച്ചുവിൻ്റെ ഇരിപ്പും കൂടിയായപ്പോൾ ചിരിച്ച് മരിക്കുവാണ് ജസ്റ്റി. കൃപയുടെ അവസാന കണ്ടീഷൻ കേട്ട് ഞെട്ടി നിൽക്കുവാണ് ഭദ്ര. ചെറുക്കൽ തറവാളിൽ സന്ധ്യാദീപം തെളിഞ്ഞു. രേവതിക്ക് ചുറ്റി ഇരിക്കുകയാണ് മരുമക്കളും നന്തൂട്ടിയും നീത്തൂട്ടിയും. അമ്മയുടെ അച്ഛനെ പ്രണയമായിരുന്നു അല്ലേ? അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങളുടെ വീരസാഹസിക കഥകൾ. രൂപ ചിരിയോടെ പറഞ്ഞു. അതൊക്കെ ഒരു കാലം. പ്രണയം എന്നുള്ളതെല്ലാം സുഖമുള്ള പരിപാടിയാ മക്കളെ. എന്നാൽ അണ്ടിയോട് അടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയും. കല്യാണാലോചനകൾ, അടി ഇടി, പ്രശ്നം, കാത്തിരിപ്പ് ഓർക്കുമ്പോൾ ഇപ്പോഴും ഉടല് വിറക്കുക. ചിരിയോടെ എന്നാൽ ചെറിയ വിഷമത്തോടെയാണ് രേവതി അമ്മ അത് പറഞ്ഞത്. ഇത്തിരി കഷ്ടപ്പെട്ടാലെന്താ, എൻ്റെ അടിപൊളി അച്ഛനല്ലേ കിട്ടിയത്. അച്ഛൻ സൂപ്പറാ. ഗ്ലാമറിന് ഗ്ലാമർ, ചങ്കുറപ്പിന് ചങ്കുറപ്പ്, റൊമാൻസിന് റൊമാൻസ്. നന്ദൂട്ടിയുടെ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞാണ്. എന്നാൽ ചെറുതായിട്ടൊന്ന് പാളി. അവളുടെ ഡയലോഗിട്ട് എല്ലാവരും ചിരിച്ചു, രേവതി അമ്മ ഒഴികെ. രേവതി കൈ ഉയർത്തി കൈക്കിട്ട് നല്ലൊരെണ്ണം കൊടുത്തു. ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ? അതിന് നന്ദൂട്ടിന്ന് ലിസിയാട്ടി. അമ്മ അച്ഛമ്മൻ്റെ ആരെപ്പോലെയെന്ന് കാണാൻ. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി. നവ്യ കളിയെ കൊണ്ട് ചോദിച്ചു. ഒന്ന് പോ പിള്ളേരെ. ചമ്മലോടെ രേവതിയമ്മ പറഞ്ഞു. അമ്മക്ക് നാണം വരുന്നു. നാണം വന്നു. രേവതിയമ്മക്ക് നാണം വന്നു. രൂപ ചിരിയോടെ പറഞ്ഞു. ഈ കുട്ടികളുടെ ഓരോ കാര്യം അച്ഛൻ ദേവനെ പോലെയായിരുന്നു കാണാൻ. സ്വഭാവത്തിൽ അങ്ങനെ തന്നെ, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ചേട്ടന് നല്ല റൊമാൻറ്റിക് ആണോ കുഞ്ഞടുത്തി? നന്ദൂട്ടിന്ന് പൊതിഞ്ഞെട്ടി കൊണ്ടുവന്നാ തോന്നുന്നു. ദേ പെണ്ണെ, നിന്നോട് ഞാൻ പറഞ്ഞു നാവടക്കാൻ. ആരോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സന്ധ്യാനേരത്ത് 4 നാമം ചൊല്ലാൻ പറഞ്ഞാൽ കേൾക്കില്ല. രേവതിയമ്മ പറയുന്നതിന് ഒരു കൂസലുമില്ലാതെ വീണ്ടും വിളിക്കുന്നു. എല്ലാവരും രുദ്രന്റെ വിധി. അമ്മ പിന്നെ വീട്ടിലോട്ട് പോയിട്ടില്ലേ? ഭദ്രയുടെ ആ ചോദ്യത്തിന് മൗനമായിരുന്നു മറുപടി. പോവാൻ ആഗ്രഹമില്ലായിട്ടല്ല കുട്ടി, അതിനുള്ള ധൈര്യം ഇപ്പോഴും ഇല്ല. കല്യാണം ഉറപ്പിച്ച് കല്യാണത്തിന് തലേന്ന് നാടും വീടും വിട്ട് ഇറങ്ങി വന്ന് അവരെ അപമാനിച്ച് എന്നോട് ക്ഷമിക്കാൻ കഴിയുന്നു ഇപ്പോഴും വിശ്വസിക്കണില്ലേ? അമ്മക്ക് ആഗ്രഹമില്ലേ അവരൊക്കെ കാണുന്നു? നവ്യ ചോദിച്ചു. മനസ്സിലെ ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. കണ്ണടയുന്നതിന് മുന്നേ ജനിച്ചു വളർന്ന മണ്ണിലേക്ക് തിരിച്ചു പോകണം. അച്ഛൻ്റെയും അമ്മയുടെയും കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കണം. പറയുമ്പോൾ രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു, കണ്ടമിടറി. ആ വേദന പെൺമക്കളിലേക്കും പകർന്നു. ഇന്ന് രേവതി അവർക്ക് അമ്മ തന്നെയാണ്. കുറുമ്പും കുസൃതിയും കാണിച്ചിറക്കുന്ന രേവതി അമ്മയുടെ പെൺമക്കൾ. ആരും കൊതിച്ചു പോകും ഇങ്ങനെ ഒരു അമ്മയെ കിട്ടാൻ. നേരം ഇരുട്ടി തുടങ്ങി. ദേവനില്ലാത്തതിനാൽ ഒറ്റമുറിയിലേക്ക് പോവാതെ പാടുവരമ്പെത്തി ഇരിപ്പാണ് നാരൂർ സംഘം. എന്നാൽ ആ ടീച്ചർക്ക് ഇവന്റെ മുഖം നോക്കി എങ്ങനെ വായി നോക്കിയെന്ന് പറയാൻ തോന്നി. ഞങ്ങളുടെ കിച്ചൻ്റെ റേഞ്ച് അവൾക്ക് അറിയാനിട്ടാ. ഹോട്ടലകിച്ചു അവൾ പോയ അടുത്തവള്. രുദ്രനെ സമാധാനിപ്പിക്കണമെന്ന് കണക്ക് നന്നായി കുത്തുന്നുണ്ട്. എൻ്റെ അളിയ ആ കാഴ്ച ഒന്ന് കാണാനും വേണം. ചിരിച്ചൊരു വഴിക്കായി റോഡിലുള്ളവൻ്റെ ഇരിപ്പ്. ജസ്റ്റ് ഓർത്തോർത്ത് ചിരിക്കുവാണ്. വീട്ടറാ, അവള് വേണ്ടറാ, ഇവള് വേണ്ടറാ, ഈ കാണുന്ന പെമ്പിളരുന്ന് വേണ്ടറാ. നീ കേട്ടിട്ടില്ലേ? ആ വിട്ടേക്ക്. കണ്ടീഷനൊക്കെ വെച്ച് പറയാൻ അവളാരാ? വീട്ടറാ കിച്ചു. 20 ഓരോന്ന് പറയുന്നുണ്ട്. എന്നാൽ മൗനമാണ് കിച്ചുവിൻ്റെ മറുപടി. ഇരുട്ടായതിനാൽ അവൻ്റെ എക്സ്പ്രഷൻ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ നേരിയ വിഷമം എല്ലാവർക്കും ഉണ്ട്. മിണ്ടായിരിക്കണം. കൃപ പറഞ്ഞില്ല എന്താ തെറ്റ്? അവള് പറഞ്ഞ കണ്ടീഷനൊന്നും എനിക്ക് തെറ്റായി തോന്നിയില്ല. അവളാടാ പെണ്ണ്. 24 മണിക്കൂറും ഫോണിൽ സംസാരിച്ചും കറങ്ങി നടന്നും ചുംബിച്ചും സ്നേഹം പങ്കുവെച്ച് ഒടുവിൽ വീട്ടുകാർ എതിർക്കുമ്പോൾ അവർ പറയും നിനക്ക് നാട്ടിൽ ചീത്തപ്പേരാണ്, ജോലിയില്ല, വീട്ടുകാർ സമ്മതിക്കില്ലെന്നൊക്കെ.
അന്നത് കേൾക്കാതിരിക്കാനാണ് അവൾ ഇന്ന് ഇത്രയും പറഞ്ഞത്. അവൾ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് ഇവനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഇവൻ ഇഷ്ടമായതുകൊണ്ടാണ്. ഇവൻ ആരുടെ മുന്നിൽ തലവനിക്കുന്ന അവൾ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. ഇജു ഡാ ഇങ്ങോട്ട് നോക്കി. ഡാ സുൽത്താനെ വിളിക്കുന്നു. അവൾ പറഞ്ഞതിന് നീ സമ്മതിക്കണം. അത് പറ്റില്ലെന്നാണ് നിന്റെ തീരുമാനിക്ക്. ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം അവൾക്ക് പുറകിലുള്ള നിന്റെ നടത്തം. ഇല്ല അടുത്ത് കിട്ടുന്ന എന്റെ കയ്യിൽ നിന്നാവും. ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ നീ? സുൽത്താൻ ഗൗരവത്തോട് തന്നെയാണ് അത്രയും പറഞ്ഞത്. എന്നാൽ പിന്നീട് അവൾ സംഭവിച്ച് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. കിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുൽത്താനെ നെഞ്ചിലേക്ക് വീണു. എനിക്ക് പറ്റില്ല മാമു, അവളെ വിട്ടുകളെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ. അവളിന്ന് പറഞ്ഞ ഓരോ വാക്കും അവളോടുള്ള ഇഷ്ടം കൂട്ടിയിട്ടേ ഉള്ളൂ. തുടക്കത്തിൽ തമാശ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് അവൾ കുസൃതിയോട് പറഞ്ഞ ഓരോ വാക്കും എന്നെ നെഞ്ചിലാണ് കൊണ്ടത്. എനിക്കറിയാം എന്നെ പോലുള്ള ഒരുത്തിനെ അവൾക്ക് ഇഷ്ടാവില്ലെന്ന്. പക്ഷേ എനിക്ക് വിട്ടണേ പറ്റുന്നില്ലടാ. കുഞ്ഞുനാളിൽ കല്ലേട്ടി വീഴുമ്പോൾ മമ്മു എനിക്ക് നോവുന്നടാ കല്ലിനെ തല്ലിയെന്ന് പറഞ്ഞ് കഴിയുന്ന കിച്ചുവായിരുന്നു അപ്പോൾ സുൽത്താൻ മുമ്പിൽ കണ്ടത്. അന്നാണ് അവൻ അവസാനമായി കരഞ്ഞു കണ്ടിട്ടുള്ളത്. എന്നും ചിരിച്ചും ചിരിപ്പിച്ചും നടക്കുന്ന കിച്ചുവിന്റെ കണ്ണിൽ നെറ്റി വീഴുന്ന നീർത്തുള്ളികൾ മൂവരെയും മാനസികമായി തളർത്തി. എന്നാൽ അത് ഏറ്റവും കൂടുതൽ നോവിച്ച ജസ്റ്റിനെയായിരുന്നു. ഒരു മനസ്സു രണ്ട് ശരീരവുമായി നടക്കുന്ന ജസ്റ്റിക്ക് കിച്ചുവിന്റെ കണ്ണുനീർ പൊള്ളു. ജസ്റ്റി കിച്ചുവിനെ പുറകിൽ നിന്നും പുണർന്നു. സോറിടാ, സോറി കിച്ച, നിനക്ക് ഇത്രയും വേദനയ്ക്ക് ഞാൻ അറിഞ്ഞില്ലടാ. അവൾ ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എന്താടാ പറയാഞ്ഞ്? അവളെ ഏത് രാജ്യത്തെ രാജകുമാരിയാണെങ്കിലും ഞാൻ കൊണ്ടുതരില്ലടാ. എന്നും ഞാൻ സഹിക്കും. പക്ഷെ എൻ്റെ ചെക്കനെ കരയിച്ചാൽ അതെനിക്ക് സഹിക്കില്ല. അത് പറയുമ്പോൾ ജസ്റ്റിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അത് ഞങ്ങളുടെ കിച്ചന് അവൾ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആരെ കൊന്നിട്ടാണ് നിന്റെ മുമ്പിൽ കൊണ്ടു തരും ഞങ്ങൾ. കരയാതടാ. രുദ്രൻ്റെയും മനസ്സുടഞ്ഞു. വേണ്ട, ആരും ഇതിൽ ഇടപെടണ്ട. ഇത് അവൻ്റെ ഇഷ്ടമാണ്. അത് നേടിയെടുക്കേണ്ട അവൻ തന്നെയാണ്. അപ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ. അവൾ പറഞ്ഞ കാര്യങ്ങൾ ന്യായമുള്ളതാണ്. അതുകൊണ്ട് അത് പൂർത്തിയാക്കി തന്നെ അന്തസ്സായി അവൻ അവൻ്റെ പെണ്ണിനെ സ്വന്തമാക്കും. അങ്ങനെയാണ് അവൻ്റെ സ്നേഹം സത്യമാണ് തെളിയിക്കേണ്ടത്. അല്ലാതെ പിടിച്ചു വാങ്ങിക്കൊടുക്കേണ്ട ഒന്നല്ല പ്രണയം. സുൽത്താൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ എല്ലാവരും മൗനം പാലിച്ചു. ശരിയാണ്, എൻ്റെ പ്രണയം സത്യമാണെന്ന് ഞാൻ തെളിയിക്കും. എല്ലാം സഹിക്കാം. എന്നാലും വായി നോക്കാതെ എങ്ങനെയാ? അത് മാത്രം ഒന്ന് ഒഴിവാക്കായിരുന്നു. കിച്ച് ഗൗരവത്തിൽ പറയുന്നിട്ട് എല്ലാവരും ചിരിച്ചു. ഒരു പെണ്ണ് മനസ്സിൽ കയറിയ പിന്നെ എത്ര പെണ്ണിനെ കണ്ടാലും നോക്കാൻ തോന്നി വെച്ചു. അതാണ് യഥാർത്ഥ പ്രണയത്തിൻ്റെ ശക്തി. നിനക്കൂട്ടായി ഞങ്ങളുണ്ട്. ഒന്നും പിടിച്ചു വാങ്ങി തരാനല്ല, അവൾ പറഞ്ഞ കണ്ടീഷൻസ് നിറവേറ്റാൻ. കേട്ടോളാ കിച്ചാപ്പി. കിച്ചുവിന്റെ തലക്കിട്ട് കിഴക്കിക്കൊണ്ട് സുൽത്താൻ പറഞ്ഞു. എല്ലാവരും ചിരിയോടെ കിച്ചുവിനെ പുണർന്നു. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ലൂക്ക കതകിനടുത്തേക്ക് ചെല്ലുന്നത്. എന്നാൽ വാലുപോലെ പുറകെ എൽസയുമുണ്ട്. ഗ്ലാസ്സിലെ പാൽ കുടിച്ചുകൊണ്ടാണ് വരവ്. ഒരു നൈറ്റ് ഡ്രസ് പൈജാമയാണ് വേഷം. മുടി പൊക്കി കെട്ടിവെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിലെ പാൽ അധരങ്ങൾക്ക് മുകളിലായി മീശമേൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ലൂക്ക കതക് തുറന്നു നോക്കുമ്പോൾ ദേവനാണ്. ദേവ, അകത്തേക്ക് വേണം. പെട്ടെന്നൊരു വരവ്, വിളിച്ചപ്പോഴൊന്നും പറഞ്ഞില്ല. ലൂക്ക സന്തോഷത്തോടെ അതിശയത്തോടെയും ചോദിച്ചു. എന്നാൽ അപ്പോഴേക്കും ലൂക്കയെ തള്ളി മാറ്റിക്കൊണ്ട് എൽസ മുന്നിലെത്തിയിരുന്നു. ദേവേട്ടാ! അവൾ സ്നേഹത്തോടെ ദേവനടുത്തേക്ക് ഓടിച്ചു ദേവനെ പുണർന്നു. എൽസ മോള്. ദേവൻ വാത്സല്യത്തോടെ അവളെ തലോടി. നീ അകത്തേക്ക് വാ. എൻ്റെ കൊച്ചെ, നീ പോയി വായ്മുഖെല്ലാം കഴുകുക. മുഖത്ത് അപ്പടി അഴുക്ക. ലൂക്ക അല്പം കർശനമായി പറഞ്ഞു. നീ എൻ്റെ കൊച്ചിന് വഴക്ക് പറയില്ല ലൂക്ക, അവൾ കുഞ്ഞല്ലേ. ആഹാ, ഏട്ടൻ്റെ വാവക്ക് മീശയൊക്കെ വന്നല്ലോ. പാല് കുടിച്ച പാട് നോക്കി ദേവൻ പറഞ്ഞു. എൽസ കുസൃതിയുടെ മുഖം ദേവന്റെ നെഞ്ചിൽ പൂഴ്ത്തിക്കൊണ്ട് അഴുക്കൽ അതിൽ തുടച്ചു. എടി കള്ളിപ്പാറു, അഴുക്കലെന്റെ മേലെ ആക്കിയല്ലോ. ദേവൻ പറയുന്നതിന് കുസൃതിയോടെ എൽസ ചിരിച്ചു. ആ ചിരി കണ്ട് അവൾക്കായി കരുതിയ മിഠായി എൽസയുടെ കയ്യിലേക്ക് കൊടുത്തു. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പതിയാതുമായി സോഫയിൽ കയറിയിരുന്ന് മിഠായി നുണയാൻ തുടങ്ങി. ഒരു നിമിഷം ലൂക്കയും ദേവനും അവളെ നോക്കി നിന്നു. ശേഷം അവർ ബാൽക്കണിയിലേക്ക് നടന്നു. ലൂക്ക, നീ എന്താ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞ്? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് നേരിട്ട് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്.